ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ. മേ ബി കുറച്ച് പേർക്കൊക്കെ അറിയുന്നതാവാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ബേബീസിനൊക്കെ ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, ഡ്രസ്സിൻ്റെ ആ ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഫ്രെയിം ആക്കി മാറ്റാൻ പറ്റില്ല. അതായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഐഡിയ. അപ്പോൾ അതുതന്നെയാണ് അവിടെ ചെയ്യുന്നതിനൊരു ഫ്രെയിം ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടാത്ത പോർഷനാണ് ആ ഫ്രണ്ടിലുള്ളത്. നമ്മൾ ആ ഓപ്പൺ ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വാൾഡൊക്കെ ചെയ്യാനും അതുപോലെ കോഡ്സ് എഴുതാനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രെയിമാണ്. അതുകൊണ്ട് ഇനി ക്യാഷ് കൊടുത്തിട്ട് ആരും ഫ്രെയിമൊന്നും മേടിക്കേണ്ട, ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രെയിമിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ബ്രാൻഡിൻ്റെ നെയിം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പോപ്പീസ് എങ്ങനെ ആയാലും ബ്രാൻഡ് സൈഡിൽ പ്രൈസ് ടാഗും നെയിമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് ഹൈഡ് ചെയ്യണം, അതാണ് ഇനിയുള്ള പണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു 4 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതന്നെ ആ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്ത 4 പീസും എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സിൻ്റെ 4 സൈഡിലും നന്നായിട്ടൊന്ന് ഫെവിക്കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമുക്കൊരു അടിപൊളി സിമ്പിൾ ആൻഡ് ഫ്രെയിം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പിക്ചർ എന്തെങ്കിലും ഒട്ടിക്കാം, അല്ലെങ്കിൽ ചിത്രം വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ വരക്കാം. ഇനി അതും അല്ലെങ്കിൽ കോഡ്സ് എഴുതി ഡിസൈൻ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നമ്മളെ റൂമിലും വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കർ ആക്കാൻ പറ്റും. അപ്പോൾ ഈസി അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ